ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ഇന്ത്യയുടെ ആരോഗ്യ പരിഷ്കരണത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായി വിദേശകാര്യ സെക്രട്ടറി പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. സാമ്പത്തിക വ്യാവസായിക മേഖലകളിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടാൻ ആഗോള സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ഇന്ത്യയുടെ ആരോഗ്യ പരിഷ്കരണത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 58 കോടി ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്ന ലോകത്തിലെ തന്നെ വലിയ ആരോഗ്യ പരിരക്ഷാ സംവിധാനമാണ് ആയുഷ്മാൻ ഭാരത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ 78ാമത് സെഷനെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. The theme of the World Health Assembly this year is One World for Health. It resonates with India's vision for global health. When I addressed this gathering in 2023, I had spoken about One Earth, One Health. The future of a healthy world depends on inclusion, integrated vision and collaboration. ഇന്നലെ മുതൽ ആരംഭിച്ച സെഷൻ ഈ മാസം 27-ന് സമാപിക്കും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകത്തോട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘങ്ങളെ അയക്കുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നാളെ മുതൽ അടുത്ത മാസം 5 വരെ 59 MPമാർ അംഗങ്ങളായ 7 സംഘങ്ങൾ 32 രാജ്യങ്ങളിൽ സന്ദർശനം ആരംഭിക്കും. അമേരിക്ക, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ സംഘം സന്ദർശിക്കും. കോൺഗ്രസ് MP ശശി തരൂർ, BJP MPമാരായ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, JDUവിന്റെ സഞ്ജയ് കുമാർ ഝാ, DMK അംഗം കനിമൊഴി, NCP MP സുപ്രിയ സുലെ, ശിവസേന MP ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എന്നിവർ സംഘങ്ങളെ നയിക്കും. വർദ്ധിച്ചുവരുന്ന ഭൌമ രാഷ്ട്രീയ പാരിസ്ഥിതിക വെല്ലുവിളികൾക്കിടയിൽ വിപണി നിയന്ത്രണത്തിനും സ്വാതന്ത്ര്യത്തിനും ശരിയായ സന്തുലിതാവസ്ഥ ആവശ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ 16ാമത് വാർഷിക ദിനാഘോഷത്തിന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. Regulatory frameworks, while maintaining rigorous oversight, also facilitate swift and seamless approvals for combinations that pose no harm to competition. The Commission introduced a green channel mechanism in response to this need, which is a trust-based, risk-calibrated approach which allows the automated approval of combinations that are deemed to have no appreciable adverse effect on competition in order to reduce transaction costs and timelines for benign mergers and acquisitions. സാമ്പത്തിക വ്യാവസായിക മേഖലകളിൽ ഉൾപ്പെടെ ലോകത്ത് ഉയർന്നുവന്നിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ ആഗോള സഹകരണം അനിവാര്യമാണെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. നെതർലൻഡ്സ് പ്രധാനമന്ത്രി ഡിക് ഷൂഫുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഹേഗിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തിനെതിരായ ഉറച്ച ചുവടുവയ്പുകൾക്ക് ഡിക് ഷൂഫിന് നന്ദി അറിയിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ നെതർലൻഡ്സ് ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതി നെതർലൻഡ്സ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ശ്രീ ജയശങ്കർ വിലയിരുത്തി. ജുഡീഷ്യൽ സർവീസിലെ എൻട്രി ലെവൽ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിന് അഭിഭാഷകനായി കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണെന്ന വ്യവസ്ഥ സുപ്രീംകോടതി പുനഃസ്ഥാപിച്ചു. താൽക്കാലിക എൻറോൾമെന്റ് തീയതി മുതൽ പ്രാക്ടീസ് കാലയളവ് കണക്കാക്കാം. ഭാവിയിലെ നിയമനങ്ങൾക്ക് മാത്രമേ വ്യവസ്ഥ ബാധകമാകൂ എന്നും കോടതി വ്യക്തമാക്കി. ഡിപ്പോ ദർപ്പൺ, അന്നമിത്ര, അന്ന സഹായത എന്നീ ആപ്പുകൾ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഡിജിറ്റൽ നവീകരണത്തിലൂടെ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ആപ്പുകളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്റലിജൻസ് ബ്യൂറോ മേധാവി തപൻ ടേക്കയുടെ സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വൈദഗ്ധ്യം നേടിയ വ്യക്തിയാണ് സൂപ്പർ സ്പൈ എന്നറിയപ്പെടുന്ന ടേക്ക. അറ്റോമിക് എനർജി കമ്മീഷൻ മുൻ ചെയർമാൻ ഡോക്ടർ
MR ശ്രീനിവാസൻ അന്തരിച്ചു. തമിഴ്നാട്ടിലെ ഊട്ടിയിലായിരുന്നു അന്ത്യം. 95 വയസ്സായിരുന്നു. പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഡോക്ടർ MR ശ്രീനിവാസന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് നിരവധി നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന നവംബർ 1 അതിദരിദ്ര മുക്ത കേരളം യാഥാർത്ഥ്യമാകും. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന 4ാം വാർഷിക ആഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിലെ ബീക്കാനീറിൽ 26,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. റെയിൽവേ, റോഡ് വേകൾ, വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മേഖലകൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ ഈ പദ്ധതികൾ നിർണായക പങ്കുവഹിക്കും. രാജസ്ഥാനിലെ റോഡുകളുടെ വികസനത്തിനായി അടിപ്പാതകളുടെ നിർമ്മാണം, ദേശീയപാതകളുടെ വീതി കൂട്ടൽ എന്നിവയ്ക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നിർവഹിക്കും. കേരളത്തിലെ ചിറയിൻകീഴ്, വടകര സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. രാജസ്ഥാനിലെ ബീക്കാനീറിലാണ് ചടങ്ങ് നടക്കുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 1300ഓളം റെയിൽ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷനിൽ പൂർത്തിയാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സീനിയർ ഡിവിഷണൽ പേഴ്സണൽ ഓഫീസർ സിദ്ധാർത്ഥ് കെ വർമ്മ ആകാശവാണി വാർത്തകളോട്. കസ്റ്റമേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ പ്രോജക്റ്റ് കൊണ്ട് റെയിൽവേസ് ഉദ്ദേശിക്കുന്നത്. പഴയ റെയിൽവേ ബിൽഡിംഗിന്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ, അതിനോട് കൂടി തന്നെ പാസഞ്ചേഴ്സിന്റെ വെയിറ്റിംഗ് ഏരിയ, ഫുട് ഓവർ ബ്രിഡ്ജസ്, 3 ലിഫ്റ്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ദിവ്യാംഗജൻ ഫെസിലിറ്റീസ്, വളരെ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു അമ്യൂണിറ്റിയാണ് പാർക്കിംഗ് ഏരിയ. വളരെ വലിയ ഒരു പാർക്കിംഗ് ഏരിയ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ബുക്കിംഗ് ഓഫീസുകളും ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻസും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 5 മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കേണ്ടതാണ്. അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് ഈ മാസം 24 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് 6 വിക്കറ്റിന് പരാജയപ്പെട്ട് ലക്നൌ സൂപ്പർ ജയന്റ്സ് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി ജൂലൈ 31 അവസാനിക്കും. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിലൂടെയാണ് നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്. പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് പോർട്ടലിൽ നൽകിയിരിക്കുന്ന മാതൃകയിലായിരിക്കണം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖലയിൽ സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ഏജൻസികളിൽ നിന്ന് 1 വർഷത്തേക്ക് ടെൻഡർ ക്ഷണിച്ചു. ജൂൺ 3 മുൻപായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് cbcindia.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അനുവദനീയമല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് പഴങ്ങൾ പഴുപ്പിക്കൽ, സിന്തറ്റിക് നിറങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് തടയുന്നതിന് പരിശോധനകൾ ശക്തമാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. ഇതിനായി പ്രത്യേക എൻഫോഴ്സ്മെന്റ് ഡ്രൈവുകൾ നടത്താനും അതോറിറ്റി നിർദ്ദേശിച്ചു. കാൽസ്യം കാർബണേറ്റ് പോലെയുള്ളവ ഉപയോഗിച്ച് പഴങ്ങൾ പഴുപ്പിക്കുന്നത് തടയുന്നതിന് നടപടികൾ സ്വീകരിക്കാനും FSSAI വിജ്ഞാപനത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ഇന്ത്യയുടെ ആരോഗ്യ പരിഷ്കരണത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായി വിദേശകാര്യ സെക്രട്ടറി പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. സാമ്പത്തിക വ്യാവസായിക മേഖലകളിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടാൻ ആഗോള സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.